many months ago, this came to mind because many months ago, my grandfather was in hospital, and he spent many months there suffering before he passed away. And that feeling is, I don't know what. I wish he would have just passed away early, instead of suffering. That is also wrong. Yeah. Well, instead of suffering 3 months. എന്തിനാണ് നിങ്ങൾ ഒരാൾ മരിക്കണം എന്ന് കരുതുന്നത്? No, it's not that. My wish is that instead of suffering 3 months and then passing away. ഇൻഡയറക്ട്ലി ഇങ്ങനെ തന്നെയാണ് നടക്കാറ്. അദ്ദേഹം മരിച്ചു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇൻഡയറക്ട്ലി. It's just basically I don't want to see his life is he lived a full life. No, അദ്ദേഹത്തിന്റെ സഫറിങ് നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റില്ല, കൂട്ടാനും പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഈ പ്രാർത്ഥന വേസ്റ്റ് ആവുകയായിരുന്നു. അതുപ്രകാരം നടന്നില്ല. അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭഗവാനോട് അദ്ദേഹത്തിന്റെ സഫറിങ് സഹിക്കാനുള്ള, അത് കടക്കാനുള്ള ശക്തി കൊടുക്കണം എന്ന് അപേക്ഷിക്കുക. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ പിന്നെ അയാൾ മരിക്കണം എന്നല്ല, വേഗം മരിച്ചു പോവട്ടെ എന്നല്ല. ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഇല്ല. ഒരാൾ മരിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവരുടെ കർമ്മഫലം എന്തുമാത്രമുണ്ടോ അതുവരെ അവർ ജീവിച്ചേ പറ്റൂ. അതിനേക്കാൾ ഒരു നിമിഷമോ ഒരു സെക്കൻഡോ ഒരു എക്സ്ട്രാ ശ്വാസം പോലും അവർക്ക് ഒരിക്കലും ശ്വസിക്കാൻ പറ്റില്ല. വെൻ എ പേഴ്സൺ ടേക്സ് ബർത്ത്, ഒരാൾ ജനിക്കുമ്പോൾ അയാൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലത്തോടു കൂടിയാണ് ജനിക്കുന്നത്. അതായത് അവർക്കുള്ള ആയുഷ് കർമ്മഫലത്തെയും കൂടെ തന്നെ കൊണ്ടുവരുന്നു കഴിഞ്ഞ ജന്മത്തിൽ നിന്ന്. ഈ ആയുഷ് കർമ്മഫലം ഇത്രയും വർഷം ജീവിക്കണം എന്ന ഒരു കൗണ്ടിലായിരിക്കില്ല, നോട്ട് ഇൻ ടേംസ് ഓഫ് ഇയേഴ്സ് ഓർ മന്ത്സ്. പക്ഷേ അവർക്ക് എന്തുമാത്രം ബ്രീത്തിങ് ഉണ്ടോ, അവരുടെ ബ്രീത്തിങ്ങിൻ്റെ കൗണ്ടിങ് കൊണ്ടാണ് ഒരാളുടെ ലൈഫ് ഡിസൈഡ് ആവുന്നത്. ടോട്ടൽ കൗണ്ട് ഓഫ് ബ്രീത്ത് ഇൻ ഹിസ് ഫുൾ ലൈഫ് ഈസ് ഫിക്സ്ഡ്, വിച്ച് ഈസ് ഫ്രം ഹിസ് പാസ്റ്റ് ലൈഫ്. അതിനേക്കാൾ ഒരു ബ്രീത്ത് കൂടുതലായോ കുറവായോ ശ്വസിക്കാൻ പറ്റില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്വയവും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? സോ നാം ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ വേസ്റ്റ് ആവുന്നു. കൂടാതെ അവർ അവരുടെ നാച്ചുറൽ കർമ്മഫലം കൊണ്ടുവരുന്നതിൽ നാം തലയിടുന്നു. നാം അത് ചെയ്യാൻ പാടില്ല. അവരുടെ സഫറിങ്സ് അവരുടെ കർമ്മഫലപ്രകാരം അവർ കൊണ്ടുവന്നിരിക്കുന്നതാണ്. യെസ്, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ, പ്രെയർ ചെയ്യൂ. അവർക്കായി പ്രാർത്ഥിക്കാം. അവർ ഈ സഫറിങ്സിൽ നിന്ന് വിമുക്തരാവണം, ഈ സഫറിങ്സിൽ നിന്ന് കടക്കാൻ അവർക്ക് ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഹി ഷുഡ് ബി ഫ്രീഡ് ഫ്രം സഫറിങ്സ്, നോട്ട് ബൈ ഡെത്ത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ദിര അമ്മാൾ എന്നൊരു സ്ത്രീയുടെ ചോദ്യം: അഹങ്കാരം ബുദ്ധിക്കും ഉപരിയുള്ളതാണ്. ഇന്ദിര അമ്മാൾ ആരാണ്? നിങ്ങളുടെ ചോദ്യമാണോ ഇത്? ഇവരുടെ ചോദ്യം: അഹങ്കാരം ബുദ്ധിക്കും ഉപരിയാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? അഹങ്കാരം ഇതില്ലാതെ ബുദ്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര തന്നെ ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഈ അഹങ്കാരം കൂടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ എഗ്രി ചെയ്യണം. എന്നാലേ എന്തും നടക്കുകയുള്ളൂ. ഇങ്ങനെയാണ് അഹങ്കാരം ബുദ്ധിയേക്കാൾ ഉപരിയാവുന്നത്. രണ്ടാമത്തെ ചോദ്യം: സങ്കല്പത്തിന്റെ കൺട്രോൾ എന്തുകൊണ്ടാണ് ബുദ്ധിക്കുണ്ടാവുന്നത്? അതെന്തിനാണ് ബുദ്ധിക്ക് കൊടുത്തത്? ഇതിൽ പേരെഴുതിയിട്ടില്ല. സങ്കല്പത്തിന്റെ കൺട്രോൾ എന്തിനാണ് ബുദ്ധിക്ക് കൊടുത്തത്? ആത്മാവ് നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് സംസാരിക്കാതെ ഇരിക്കുന്നത്? ഈ ചോദ്യം എഴുതിയ നിങ്ങളാണോ? ഈ സങ്കല്പം
സങ്കല്പത്തിന്റെ മനസ്സിലാവുന്നില്ലല്ലോ. തരൂ, ഞാൻ തന്നെ വായിക്കാം. ദാ ശരി. എന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് സങ്കല്പത്തിന്റെ കൺട്രോൾ ബുദ്ധിക്ക് കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ മിണ്ടാതിരിക്കുന്നത്? ഈ സങ്കല്പത്തിന് പവറുണ്ടോ അതോ ആത്മാവിനാണോ? ഞാൻ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും ആത്മാവും ബുദ്ധിയും ഈ സങ്കല്പത്തെ എന്തുകൊണ്ടാണ് തടയാത്തത്? നിങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞത് ആത്മാവ് മിണ്ടാതിരിക്കുന്നുവെന്ന്? അതെ, പറഞ്ഞിരുന്നു. വെറുതെ ഇരിക്കുന്നല്ലോ, അതെന്ത് ചെയ്യാനാ? സോ ഇപ്പോൾ അതിനെ ഉണർത്തണം അല്ലേ? അത് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ എണീപ്പിച്ച് നിർത്തണം. പിന്നീട് ബാക്കിയെല്ലാം ചെയ്യാം. ഇപ്പോഴത്തേക്ക് അത് ഇരുന്ന് തന്നെ ഇരിക്കും. അതിനെ എഴുന്നേൽപ്പിക്കണം നിങ്ങൾ. പക്ഷേ ബുദ്ധിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നം? ബുദ്ധിക്ക് രാജ്യത്തെ ഭരിക്കണം, അത്ര തന്നെ. ഈ രാജ്യത്തെ അത് ഭരിക്കണം എന്നാഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കപട നാടകങ്ങൾ നടത്തി ഇവിടെയുള്ളത് അവിടെ, അവിടെയുള്ളത് ഇവിടെ ഇട്ട് അലയാനിടയാക്കുന്നത്. ബുദ്ധിയുടെ സ്വഭാവം അങ്ങനെയാണ്. സങ്കല്പങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ തരുന്നത്? സങ്കല്പങ്ങൾ പിന്നീടാണ് വരുന്നത്. ബുദ്ധിയാണ് ഇതിൽ സുഖമുണ്ടെന്ന് ആദ്യം പറയുന്നത്. അതിനുശേഷമാണ് മനസ്സ് ഈ സങ്കല്പത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ നിന്ന് സുഖത്തെ എടുക്കാൻ. ചിത്തം അതിൽ നിന്ന്, സങ്കല്പത്തിൽ നിന്ന് ചിത്തത്തിന്റെ കാര്യമാണ് അധികം. സുഖത്തെ എടുക്കാനാണിത്. ഇവിടെ സുഖവും ഇവിടെ ദുഃഖവും ഉണ്ട് എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അങ്ങനെ നോക്കിയാൽ ബുദ്ധിയുടെ രാജ്യമാണ് അധികമായിട്ടുള്ളത്. പവർ കൂടുതലായിരിക്കുന്നു. ആത്മാവിന് ഈ പവർ ഇല്ല. കാരണം അത് മിണ്ടാതെ ഇരിക്കുന്നു. അതിനെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് നിർത്തണം. ചിലപ്പോൾ നാം സുഖമാണ് വേണ്ടതെന്ന് അതിൻ്റെ പുറകെ ചെല്ലുന്നു. അതേപോലെ പലപ്പോഴും നമ്മെക്കൊണ്ട് ചിത്തത്തെ പ്രാപിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് ദുഃഖം അധികമാവുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധി പണമുണ്ടായാലാണ് സുഖം എന്ന് പറയും. അതിൻ്റെ പുറകെ നാം ഓടുന്നു. നിറയെ പണം കൊണ്ടുവരുന്നു. അതിൽ കുറച്ചെടുത്ത് നിങ്ങൾ സ്റ്റോക്കിലിടുന്നു. അത് പോവും. നിറയെ വരുന്നു, പക്ഷേ പോവുന്നു. അതാണ് നമുക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നത്. കൂടുതൽ സഫറിങ്സ് ഉണ്ടാവുന്നു. അതിനെല്ലാം ഒരു എൻഡ് വരുന്നു. അതിനെല്ലാം ഒരു അവസാനം. പെർമനൻ്റ് അല്ലല്ലോ. നാം ഏതിലാണോ സുഖം തേടുന്നത്, ആ സുഖം, ആ വസ്തു ടെമ്പററിയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സുഖവും ടെമ്പററി ആയിരിക്കും. സുഖം പോയി കഴിഞ്ഞാൽ പോട്ടെ എന്ന് വിട്ടുകളയാം. പക്ഷേ അത് പോവുമ്പോൾ നമുക്ക് ഡബിൾ ദുഃഖം തന്നിട്ടാണ് അത് പോവുന്നത്. താങ്കൾ പറയുന്നത് ശരിയാണ്. ആത്മാവാണ് പരമാത്മാവ്. അതങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്നിട്ടും നാം എത്രയോ പ്രാവശ്യം അലയേണ്ടി വരുന്നു. നമുക്ക് പല കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് പറയാമോ? അതിന് പരമാത്മാവിന്റെ ലൈറ്റ് ഇതിനുണ്ടല്ലോ. ആ ലൈറ്റിൽ അതിൽ വൈറ്റ് കവറിംഗ് ഉണ്ട്. പക്ഷേ ടോട്ടൽ ഡാർക്ക് കവറിംഗ് എന്നുണ്ടല്ലോ അല്ലേ, 4 ഭാഗത്തു നിന്നും. അപ്പോൾ മുഴുവനും ഇരുട്ടായി പോകുന്നു. ലൈറ്റ് ഫുള്ളായിരിക്കും, പക്ഷേ കവറിംഗ് ഉണ്ടാവും. അതേപോലെ നമ്മുടെ ജനങ്ങൾക്കും ആത്മാവും പരമാത്മാവും ഫുള്ളായിരിക്കും. പക്ഷേ അതിൻ്റെ ചുറ്റും 4 ഭാഗത്തും ഫുൾ ഡാർക്ക്നെസ് ആയിരിക്കും. കവറിംഗ് ഉണ്ടാവും, ഡാർക്ക് കവറിംഗ് ഉണ്ടാവും. അജ്ഞാനം എന്ന കവറിംഗ് ഉണ്ടാവും. അഹങ്കാരം, ബുദ്ധി, ചിത്തം, കോപം, മായ, അഹങ്കാരം ഇവയെല്ലാം കവറിങ്ങിലായിട്ടുണ്ട്. ആദ്യത്തെ കവറിംഗ് അഹങ്കാരത്തിൻ്റെതാണ്. ഈ കവറിംഗ് ഉള്ള കാരണത്താൽ അതിൽ ഡയറക്റ്റായിട്ട് ലൈറ്റ് വീഴുന്നില്ല. ഈ കവറിംഗ് ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഡയറക്റ്റ് ലൈറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം ആത്മാവിലേക്ക് വരും. അതിനുശേഷം അത് റോങ് റൈറ്റ് എന്ന് പറയും. അതിനുശേഷം അതിന് കുറച്ച് പവർ കിട്ടും. ഇപ്പോൾ നമുക്ക് പവർ ഇല്ലല്ലോ. നമ്മുടെ പക്കലുള്ള പവർ ഈഗോയാണ്. ഈഗോയുടെ ചിന്ത പോസിറ്റീവ് ആയിരുന്നാൽ പോസിറ്റീവ് ദിശയിലേക്ക് പോവും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിക്കൊണ്ടേ പോവും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞിരുന്നില്ലേ? അതിനെപ്പറ്റി ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വേദനയ്ക്ക് ചികിത്സിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അയാൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ, കൺമുന്നിൽ വെച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ വേദന കാണാനുള്ള ശക്തി ആദ്യം എനിക്ക് തരണേ എന്ന് ഭഗവാനോട് അയാൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം അയാൾ മരുന്ന് കൊടുക്കണം. എങ്കിലേ ശരിയാവും.
താങ്ക് യു. ഇതും ഒരു പവറാണ്. ഒരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുകയാണെങ്കിൽ അതുവരെ ദുഃഖത്തെ വിട്ടുകളയാനാവും എന്ന സ്ഥിതി ഉണ്ടാവുന്നില്ല. യു ബിക്കം ഇമോഷണൽ പേഴ്സൺസിന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല, അത് അധികമാക്കുകയേ ഉള്ളൂ അവർ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഭഗവാനെ എൻ്റെ മുത്തശ്ശനെ വേഗം കൂട്ടിക്കൊണ്ടുപോണേ. പാവം ആ മുത്തശ്ശനും എന്താ ഇനിയും ഞാൻ മരിക്കാത്തത് എന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. എല്ലാവരും ഞാൻ മരിക്കണം എന്ന് കാത്തിരിക്കുകയാണല്ലോ, പക്ഷെ ഞാൻ മരിക്കാതെ ഇങ്ങനെ കിടക്കുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാവും. നിങ്ങൾ ധൈര്യം കൊടുക്കണം. എന്തായാലും ശരി, ഞാനുണ്ട് മുത്തശ്ശ, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യും, വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ ആയുഷ് കർമ്മഫലം എന്താണോ അത് നിങ്ങൾ ജീവിക്കേണ്ടി വരും. ഇനി എത്ര കാലം ജീവിക്കുന്നോ അതുവരെ ഭഗവാനെ ഓർത്ത് ഭക്തിയോടെ ഇരിക്കൂ, പ്രാർത്ഥിക്കൂ. അതുവരെ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കണം. സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഭഗവാനോട് അത് സഹിക്കാനുള്ള ശക്തി തരാൻ പറയൂ. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല, ആർക്കും ഉപേക്ഷിക്കാനാവില്ല. എല്ലാവരും അത് അനുഭവിച്ചേ പറ്റൂ. In this country, what happens is, even though your body is going naturally, they put all kinds of machines to keep the person alive. അതെ, This ഇക്കാലത്ത് I don't know if this is right or wrong. I think this is wrong because the person is naturally dying and you are keeping him alive and keeping him suffering. ഇതെല്ലാം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നാമാണ് ഇമോഷണലായി ഡോക്ടറിൻ്റെ അടുത്ത് അയാളെ കൊണ്ടുപോകുന്നത്, മെഡിസിൻസ് കൊടുക്കുന്നു, ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നു. നാമാണ് ഇവയെല്ലാം നിശ്ചയിക്കുന്നത്. ആരെങ്കിലും ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് നാം അതൊക്കെ ചെയ്ത ശേഷം ഇതൊക്കെ റോങ് ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ നാച്ചുറൽ ഡെത്ത്. അതിന് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോവരുത്, ഹോസ്പിറ്റലിലും പോവരുത്, മരുന്നും കഴിക്കരുത്. നാച്ചുറലായി ജീവിച്ച് നാച്ചുറലായി മരിക്കണം. നമ്മുടെ മുൻഗാമികളെല്ലാം അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഡോക്ടറും ഹോസ്പിറ്റലും ഒക്കെ എവിടെയാണ് ഉണ്ടായിരുന്നത്? അവരത് സ്വീകരിച്ചു മരിച്ചു. ആരും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു, ആരും അവർക്ക് ഹെൽപ്പിനില്ലായിരുന്നു. നോബഡി ക്യാൻ We ഹെൽപ്പ്. just don't know we just don't know when we take to the hospital what's going to happen. If we knew what was going to happen. ഇവിടെയാണ് എല്ലാവർക്കും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. സർക്കംസ്റ്റാൻസസ് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നു. സർക്കംസ്റ്റാൻസസ് ആണ് അദ്ദേഹത്തെ കൊന്നത്. സർക്കംസ്റ്റാൻസസ് ആണ് അദ്ദേഹത്തെ ജീവനോടെ വയ്ക്കുന്നതും. ഇതൊന്നും ആരുടെയും കയ്യിലല്ല. സോ ഇതെല്ലാം സർക്കംസ്റ്റാൻസസ് ആണ്. അനുപം കാന്തി ജെ. മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. മനസ്സ് എന്നെ സഹായിക്കുന്നുണ്ട്. മനസ്സോ? യെസ് മാതാജി. മനസ്സ് വളരെ ചഞ്ചലമുള്ളതല്ലേ? അത് ഞാൻ പറയാം. മനസ്സ് വളരെ ചഞ്ചലമുള്ളതാണല്ലോ, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വളരെ സഹായകരമായിരുന്നു. ഒരു ഫ്രണ്ട് എന്നതുപോലെ എൻ്റെ മനസ്സ് എന്നെ സഹായിച്ചു. ഇന്ത്യയിലെ ശിവന്റെ അമ്പലത്തിൽ പോകാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ പോകണമെങ്കിൽ ധാരാളം പണം വേണം. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ അവിടെ എത്തി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. അവിടെ നടക്കുന്ന പൂജയുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ സാധിച്ചു. എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷനായി. ഇതുപോലെ സമോസ തിന്നണമെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് ഞാനത് തിന്നും. അതുകൊണ്ട് എനിക്ക് കൊഴുപ്പ് കൂടുന്നില്ല, യാതൊരു തടസ്സവും പ്രശ്നവും ഇല്ല. ഇത് ചിത്തമാണ്, മനസ്സല്ല. എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? ഇതെങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ്? ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് നിറയെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് ചിത്തമാണ്, മനസ്സല്ല. പോകുന്നില്ലേ, അത് ചിത്തമാണ്. അതെയോ? അതായത് മനസ്സ് അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നു, പിന്നീട് ചിത്തം ഇതെല്ലാം ചെന്ന് ദർശിച്ചിട്ട് വരുന്നു. ഇതേമാതിരിയാണ് സമോസയുടെ കാര്യവും. മനസ്സുകൊണ്ട് തിന്നുന്നു, ഇത് തെറ്റല്ല. മനസ്സുകൊണ്ട് എടുത്തോളൂ. മറ്റൊരു സൈഡ് റൊട്ടി തിന്നുന്നു, ഉപ്പേരി തിന്നുന്നു, അതെല്ലാം സമോസയാവും. മനസ്സുകൊണ്ട് ഞാൻ ധാരാളം തിന്നുന്നുണ്ട്. ഫിസിക്കലായിട്ട് തിന്നുന്നൊന്നും ശരിയാവില്ല. അത് ശരിയാണ്. അത് ചിത്തമാണല്ലേ? അതെ, ചിത്തമാണ്. താങ്ക് യു വെരി മച്ച്. ചോദ്യം: അനുഭവജ്ഞാനം കൊണ്ടുണ്ടാവുന്ന അഭിപ്രായം ഇത് പോകുന്നതിന് പകരം എന്തുകൊണ്ടാണ് കൂടുതൽ സ്ട്രോങ് ആയി പോകുന്നത്?
അതായത് ലൗകിക കാഴ്ചപ്പാടിലെ അഭിപ്രായം സ്ട്രോങ് ആയിരിക്കും, വളരെ സ്ട്രോങ് ആയി ചെയ്യാനുള്ള നിമിത്തമാണ് അതിനുണ്ടാവുക. അനുഭവം അതേ ദിശയിൽ തന്നെ ഉണ്ടായിരിക്കും. ജനങ്ങൾ പറയുന്നില്ലേ, ജനങ്ങളുടെ ജ്ഞാനം കൊണ്ട്. പക്ഷേ ഈ ആത്മാവിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അഭിപ്രായം പറയുന്നത് റോങ് ആണെന്നിരിക്കട്ടെ. അഭിപ്രായം എന്നത് എന്തിനാണ്? ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയാണത്. നല്ലതും ചീത്തയും ആർക്കും തോന്നാം, അതിനു വേണ്ടിയുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥ അഭിപ്രായം ഒന്നേ ഒന്നാണ്. എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവുണ്ട്, റിയൽ ശുദ്ധ ആത്മാവുണ്ട്. അതൊന്നു മാത്രമാണ് റിയൽ. ബാക്കിയുള്ളതെല്ലാം റിലേറ്റീവാണ്, റോങ് ആണ്. ഈ റോങ് അഭിപ്രായങ്ങൾക്ക് കാരണം നമുക്ക് ആത്മാവിൻ്റെ കാഴ്ചപ്പാടുണ്ടാവില്ല. ദുഃഖം മാത്രം ബാക്കിയാവും, സന്തോഷം ഉണ്ടാവുകയില്ല, വെറുതെ ഇരിക്കും. ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അഭിപ്രായങ്ങൾ പൊട്ടിച്ചെറിയണമെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്യുന്നത് കൊണ്ട് അഭിപ്രായം ഉടയുന്നു. അനുഭവം എന്നത് എന്തുമാത്രം ഉണ്ടാവുന്നുവോ അവയെല്ലാം റോങ് ഡയറക്ഷൻ പറയുന്ന അനുഭവത്തെ നാം ചേർത്ത് വയ്ക്കാൻ പാടില്ല. അതിന് പരിഹാരം ചെയ്ത് മാറ്റിക്കളയേണ്ടതാണ്. മനസ്സിനും ചിത്തത്തിനും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഒന്ന് പറയാമോ? മനസ്സ് എന്നത് വെറും തോന്നലുകൾ ഉണ്ടാവുന്നു, അല്ലേ? തോന്നലുകൾ മനസ്സിൽ നിന്നുണ്ടാവുന്നു. തോട്ട്സ് മനസ്സിൽ നിന്ന് അതുണ്ടാവുന്നു. അത് നമുക്കൊരു ചിത്രവും കാണിച്ചു തരുന്നില്ല. പക്ഷെ ചിത്തം എന്നത് നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തരും. ഭഗവാന്റെ ദർശനം നൽകുന്നു, പൂജ കാണിക്കുന്നു, ഇവയെല്ലാം യഥാർത്ഥത്തെ പോലെ കാണിച്ചു തരുന്നു. ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോവാം, ചിത്തത്തിന് പോവാൻ സാധിക്കും. മനസ്സിന് ഈ ശരീരത്തെ വിട്ടു പോവാൻ പറ്റില്ല, ചിത്തത്തിന് പോവാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ചിത്തത്തിൻ്റെ അനുഭവങ്ങളെല്ലാം മനസ്സിലാണ് ഉണ്ടാവുക. ചിത്തത്തിലാണ് ഉണ്ടാവുക, മനസ്സിനല്ല. മനസ്സ് നാച്ചുറലി ചുമ്മാ പറയും, അത്രയേ ഉള്ളൂ. രണ്ടിലേതാണ് ശരി? മനസ്സാണോ അതോ ചിത്തമാണോ? എനിക്ക് തോന്നുന്നു ചിത്തമാണ് മികച്ചതെന്ന്. പവറും അതിനാണ് കൂടുതലുള്ളത്, സൂക്ഷ്മത്തിൽ കൂടുതലായിരിക്കും. പക്ഷേ ഇത് നല്ല വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ തലകീഴായിട്ട് ചെയ്യിപ്പിക്കൂ. ഇതേ ശക്തികളെ അനാവശ്യമായ വഴികളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടവും നഷ്ടവും ഉണ്ടാവും. I will ask in English. You can reply me in any language. Like some of my relatives, they used to see certain ghosts. And even in Hanuman Chalis, ഭൂതപിശാചുക്കൾ ഇവയെ അകറ്റുന്നത് കണ്ടിട്ടില്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആത്മ, ഭൂതം, ഗോസ്റ്റ്? മലയാളത്തിൽ പറഞ്ഞാൽ നന്നായിരിക്കും. മലയാളത്തിൽ പറയാമല്ലോ, എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് സംശയം വരുന്നു. ആർക്കാണോ സംശയമുള്ളത് പറയൂ. എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾക്കാണോ? എനിക്കല്ല, എൻ്റെ അകന്ന ബന്ധുക്കൾക്കാണ്. അവർ ഭൂതങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ടത്രേ. ഞാൻ അപ്പോൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. ആക്ച്വലി എനിക്ക് ഭൂതങ്ങളെയൊന്നും കണ്ണിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഉടനെ ഏട്ടൻ എന്നോട് പറഞ്ഞു, നീയാണ് ഭൂതമെന്ന്. സോ ഭൂതം എന്നെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഭൂതത്തിലൊന്നും തീരെ വിശ്വാസമില്ല. ഈവൻ ഹനുമാൻ ചാലീസിലും ഭൂതത്തിനെയും പ്രേതത്തിനെയും ഒക്കെ അകറ്റുമെന്ന് പറയുന്നു. ഇങ്ങനെ അകറ്റുന്നതുകൊണ്ട് വല്ല വ്യത്യാസമുണ്ടോ? അതിന് സാധ്യതയുണ്ടോ? അതെന്താണെന്ന് പറയാം. ഇവയെല്ലാം റിലേറ്റീവ് വേൾഡിലാണുള്ളത്. റിയലായിട്ട് നോക്കിയാൽ എല്ലാം ആത്മാവാണ്. ആക്ച്വലി ജനങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം എക്സാജറേറ്റ് ചെയ്യുന്ന അളവിൽ അവ ഉണ്ടാവില്ല. പക്ഷേ പ്രേതം എന്നതുണ്ട് എന്ന് പറയാം. പക്ഷേ ലക്ഷത്തിൽ എവിടെയെങ്കിലും ഒന്ന്
ശരിക്കു പറഞ്ഞാൽ ഒന്ന് മാത്രം പ്രേതം എന്നതിൽ ഉൾപ്പെടുന്നു, പ്രേതാത്മാവാകുന്നു. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മുടെ ജനങ്ങളെപ്പറ്റി പറയുകയേ വേണ്ട, എല്ലാം എക്സാജറേറ്റ് ചെയ്തേ അവർ പറയുകയുള്ളൂ. ഇൻഫാക്റ്റ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഡെത്തിന് ശേഷം ഇമ്മീഡിയറ്റായി രണ്ടാമതൊരു ജീവിതം ലഭിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഉദാഹരണം പറയാം. ഡെത്ത് നടക്കുന്നില്ലേ, ആ സമയത്ത് ഫിസിക്കൽ ബോഡി ഇവിടെ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ഡെത്ത് ഓഫ് ഫിസിക്കൽ ബോഡി. ആൻഡ് ആത്മാവ് പോകുന്നുല്ലേ, അതിൻ്റെ കൂടെ ഈ കോസൽ ബോഡി, ഇലക്ട്രിക്കൽ ബോഡി ആൻഡ് ആത്മ, ഇവ മൂന്നും ശരീരത്തെ വിട്ടു പോകുന്നു. ഇതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവൻ പോവുന്നു. ഈ ഫിസിക്കൽ ബോഡിയെ ഉപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് ഒരു പോൾ നീണ്ട്, അതിൻ്റെ ബർത്ത് എവിടെ നിന്നാണോ ഉണ്ടായത്, ഓവും സ്പേമും മീറ്റിംഗ് ടൈമിൽ പോയി അവിടെ ജോയിൻ ആവുന്നു. ആത്മാവിൻ്റേത് ജീവൻ വിത്ത് ഇലക്ട്രിക്കൽ ബോഡി, കോസൽ ബോഡി ആൻഡ് ആത്മ. അവിടെ എൻട്രി ആയ ഉടനെ ഇവിടെയുള്ള ഈ സെക്കൻഡ് പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം എംബ്രയോ ഫോർമേഷൻ ആവുന്നു. വിതൗട്ട് ദ പ്രസൻസ് ഓഫ് ആത്മ ആൻഡ് കോസൽ ബോഡി യു കനോട്ട് ഗെറ്റ് ദ ന്യൂ ബോഡി, എഫക്റ്റ് ബോഡി, പുതിയ ബോഡി ഉണ്ടാവുന്നു. ദിസ് ഈസ് ഓൾ സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ്. ഏതോ ചില വിഷയങ്ങളിൽ ഇങ്ങനെ നടക്കും. ഡെത്തിൻ്റെ സമയത്ത് ജീവച്ഛവമാവുന്നു. അതിൻ്റെ സങ്കല്പത്തിൽ ഈ ചിത്തം പോയിക്കൊണ്ടിരിക്കുന്നു. അത് ജീവനില്ലാതെ പോകുന്നു. അത് ലക്ഷത്തിലൊന്നോ അല്ലെങ്കിൽ കോടിയിലൊന്നോ അല്ല, കോടിയിലൊന്നിനാണ് ഇങ്ങനെ ഉണ്ടാവുക. അല്ലാതെ ബാക്കി എല്ലാവർക്കും നാച്ചുറൽ പ്രോസസ്സാണ്. എല്ലാവരും പ്രേതമാവുന്നില്ല. ആദ്യം ഈ സൈക്കോളജിക്കൽ എഫക്റ്റാണ് കൂടുതലുണ്ടാവുക. ഭൂതം, പിശാച് എന്നിങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇതെല്ലാം കൂടുതലായിരിക്കുന്നു. എന്തിന് ഇവിടെയുമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടനെ എന്താണ് പറയുക, അവരുടെ ശരീരത്തിൽ ഭൂതമോ പിശാചോ എന്തോ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് പറയും. ലോകത്തിൽ എവിടെയായാലും ശരി, ഇങ്ങനെയുള്ളതെല്ലാം സൈക്കാട്രിക് പ്രോബ്ലംസ് ആണ്. ഇത് ഉണ്ടാവുന്നു. ഞങ്ങളെ കാണാൻ ഇന്ത്യയിൽ നിന്നിങ്ങനെ പലരും വരാറുണ്ട്. ഞങ്ങളവരോട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്ത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് അയക്കും. ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയും. അവർക്ക് ശരിയാവും. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ നടക്കരുത്, നടക്കാൻ അനുവദിക്കാൻ പാടില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പേടിയില്ല. മരിക്കാൻ പോലും പേടിയില്ല. ചെറുപ്പം മുതൽക്കന്നെ എനിക്ക് ആ പേടിയില്ല. ഭൂതപ്രേതാദികളെ ഒന്നും എനിക്ക് വളരെ നല്ല പേടിയില്ല. കാര്യമാണ്. ഭയം ഇല്ലെന്നത് നല്ല കാര്യമാണ്. ഭയം ഉണ്ടാവാൻ അനുവദിക്കരുത്. ഞാൻ ആരെയും പേടിപ്പിക്കാറില്ല. വളരെ നല്ലത്. ദെൻ ഇറ്റ്സ് ഗുഡ്. നോട്ട് ഈവൻ എൻ്റെ മകനെ പോലും ഞാൻ പേടിപ്പിക്കാറേ ഇല്ല. ഞാൻ ദയോടെ സംസാരിക്കും. ബട്ട് വൺ തിങ് ഈസ് ഓവർ ആക്റ്റീവ്. അത്രയേ ഉള്ളൂ. അതർവൈസ് ഈസ് നോട്ട് ദാറ്റ് ബാഡ്. നോ, ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്.